പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. അതുകൊണ്ട് നാം ദൈവവചനത്തിന്റെ കീഴിലായിരിക്കുന്ന സമയം ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ഇരിക്കുന്നത്. ദൈവകൃപയുടെ മറവിലാണ് നാം ഇരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ്, 4-ാമത്തെ വാക്യമാണ് നമ്മൾ ക്രിസ്തുവിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിലേക്ക് നാം കടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മളെ നിറച്ച്, ദൈവകൃപയാൽ നമ്മളെ നിറച്ച് ഇന്ന് രാത്രിയിലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനായി ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അതിന്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ ധ്യാനിച്ചതാണ്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഇന്നലെ ആരാണ് തെരഞ്ഞെടുത്തത്? ആരിലൂടെയാണ് തെരഞ്ഞെടുത്തത്? എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? എന്തിനാണ് തെരഞ്ഞെടുത്തത്? ആ തെരഞ്ഞെടുപ്പിന്റെ ആഴം എന്താണ്? ആ തെരഞ്ഞെടുപ്പിന്റെ നിസ്തുലത എന്താണ് എന്നൊക്കെ നമ്മൾ ഗ്രഹിച്ചു. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു, ദൂതന്മാരെ ദൈവം തെരഞ്ഞെടുത്തു, ലേവ്യ പുരോഹിതന്മാരെ ദൈവം തെരഞ്ഞെടുത്തു, പ്രവാചകന്മാരെ യെരമ്യാവിനെയൊക്കെ ദൈവം തെരഞ്ഞെടുത്തു. വിശ്വാസികളായ നമ്മളെയും ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തുവെന്ന് ഇന്നലെ രാത്രി നാം മനസ്സിലാക്കി. എലക്ഷൻ, തെരഞ്ഞെടുപ്പ് എന്ന പദം പുതിയ നിയമത്തിൽ 50 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 50 പ്രാവശ്യം. ആ 50 പ്രാവശ്യം ഉപയോഗിച്ചതിൽ വ്യത്യസ്തമായ 3 ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായ ഒരു പദത്തിന്റെ അർത്ഥം ടു കോൾഡ് ഔട്ട് എന്നാണ്. വിളിച്ചുറക്കുക അല്ലെങ്കിൽ വിളിച്ചു വേർതിരിക്കുക എന്നൊക്കെയാണ്. ഒരു സമൂഹത്തിന്റെ അകത്തുനിന്നും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ദൈവത്തിനു വേണ്ടി വിളിച്ചിറക്കുക. ദൈവത്തിനു വേണ്ടി വിളിച്ചിറക്കുക. രാത്രി വളരെ ശാന്തമായി നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മേൽ കിടക്കുന്ന ഒരു വിളിയെ നാം ഇന്ന് രാത്രി തിരിച്ചറിയണം. ദൈവം ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്തതാണ്, വിളിച്ചുറക്കിയതാണ്. എക്ലീഷ്യ എന്ന പദവും അതുമായി സാമ്യമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എക്ലീഷ്യ അല്ലെങ്കിൽ സഭ എന്ന പദം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചിറക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട, വിളിച്ചു മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടമാണ്. ഹല്ലേലൂയ. ഒരു വലിയ സമൂഹത്തിൽ നിന്നും ഒരു ചെറിയ സമൂഹത്തെ മാറ്റി നിർത്തുന്നു. ദൈവം തനിക്കു വേണ്ടി തന്നെ വേർതിരിച്ചു നിർത്തിയിരിക്കുന്ന ജനം. എന്തിനു വേണ്ടിയാണ്? ദ പർപ്പസ് ഓഫ് ചൂസിങ്. ദൈവത്തിന്റെ പർപ്പസ് എന്തായിരുന്നു? എന്തിനായി യുഗങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തത്? ആ വാക്യത്തിൽ തന്നെ മറുപടിയുണ്ട്. നമ്മൾ അവന്റെ സന്നിധിയിൽ നിൽക്കാൻ. എങ്ങനെ നിൽക്കാൻ? വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കാൻ. ദൈവസന്നിധിയിൽ വിശുദ്ധിയില്ലാതെ, നിഷ്കളങ്കതയില്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്, God chose believers to be in fellowship with Him and to reflect His grace through their lives, or to reflect His grace through their living a redeemed life. ദൈവം എന്തിനാ ഒരു ഭക്തനെ തെരഞ്ഞെടുത്തെന്നറിയാമോ? ദൈവം നിങ്ങളെയും എന്നെയും തെരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിന് വേണ്ടി. അത് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളിന്റെ ജീവിതത്തെ, ദൈവകൃപയെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രതിഫലിപ്പിച്ചു കാണിക്കുവാൻ ക്രിസ്തുവിന്റെ പത്രങ്ങളായി, ക്രിസ്തുവിന്റെ സാക്ഷികളായി, ക്രിസ്തുവിന്റെ കണ്ണാടികളായി, ക്രിസ്തുവിന്റെ പ്രതിബിംബങ്ങളായി, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ തേജസ് വഹിക്കുന്നവരായി ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലക്ഷൻ. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ്. അല്പം കൂടെ ആഴമായി പറയുവാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുമ്പോൾ, ഇത് തുടങ്ങിയത് നിത്യതയിലാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ജനിച്ചപ്പോൾ തുടങ്ങിയതല്ല. ഇന്നലെ നമ്മൾ ധ്യാനിച്ചു അത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമതായി, ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് എ സോവറിൻ ഗോഡ്. നിത്യനായ ദൈവത്തിന്റെ പ്രവർത്തനമാണത്. രണ്ട്, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഹിസ് സോവറിൻ വിൽ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ഉരുത്തിരിഞ്ഞതാണത്. ചോദ്യം ചെയ്യുവാൻ കഴിയാത്ത ദൈവഹിതത്തിനകത്ത്, നിസ്തുലനായ ദൈവത്തിന്റെ ആമേൻ തിരുഹൃദയത്തിനകത്തുണ്ടായ നിശ്ചയത്തിനകത്താണ് നമ്മളെ തെരഞ്ഞെടുത്തത്. നോബഡി കൻ ക്വസ്റ്റ്യൻ ഹിം. കർത്താവിനെ പറ്റി പറയുമ്പോ 1 തിമോത്തിയോസ് 6-ാം അധ്യായം ആമേൻ 16-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യൻ ആരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും ബലവും നിത്യബലവും ഉണ്ടാകുമാറാകട്ടെ. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, ധന്യനായ ഏകാധിപതി. ഹല്ലേലൂയ. സ്വേച്ഛാധിപതികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വേച്ഛാധിപതികൾ, തന്നിഷ്ടത്തിന് ഭരിക്കുന്നവർ, പട്ടാള ഭരണത്തെയൊക്കെ അട്ടിമറിച്ച് രാജ്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സ്വേച്ഛാധിപതികളായി ഭരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വേള വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും അവൻ സ്വേച്ഛാധിപതികളായി തീരുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ വചനം നമ്മുടെ ദൈവത്തെ വിളിക്കുന്നത് ധന്യനായ ഏകാധിപതി. കർത്താവ് ധന്യനായ ഏകാധിപതി ആയതുകൊണ്ടാണ് നാം രക്ഷപ്പെട്ടത്, നാം രക്ഷിക്കപ്പെട്ടത്. നാം രക്ഷിക്കപ്പെടുവാനും നാം രക്ഷപ്പെടുവാനും കാരണം ദൈവം ധന്യനായ ഏകാധിപതി ആയതുകൊണ്ടാണ്. കാരണം എന്തിന് ഇവനെ തെരഞ്ഞെടുത്തു, ജെയിംസിനെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു തത്വചിന്തകനോ ആർക്കും ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ആർക്കും നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അവൻ അവഗണിക്കുവാൻ പറ്റത്തില്ല. ദൈവം തെരഞ്ഞെടുത്തതിനെ, ദൈവം വിശുദ്ധീകരിച്ചതിനെ ആർ കുറ്റം ചുമത്തും? ആർക്കും ആ തെരഞ്ഞെടുപ്പിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരു സഭയ്ക്ക് ഒരാളെ പുറത്താക്കാൻ പറ്റും, ഒരു പ്രസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കാൻ പറ്റും. ആമേൻ. എഫെസോസിന്റെ പാസ്റ്ററായിരുന്ന യോഹന്നാനെ നാടുകടത്തി ഡൊമീഷ്യൻ കൈസർ. രാജാക്കന്മാർക്ക് അവരുടെ സാന്നിധ്യത്തിൽ നിന്ന്, അവരുടെ രാജ്യത്തിൽ നിന്ന് നാടുകടത്താൻ പറ്റും. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവരാജ്യത്തിൽ നിന്ന് നാടുകടത്തുവാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ഇന്ന് രാത്രി ആത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ആമേൻ സർവാധിപത്യം, ആമേൻ ഏകാധിപതി, ആമേൻ ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളൂ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരുമായ ദൈവം. എക്സോൾട്ടിങ് അവർ ഗാഡ്. ആ ഒരു ദൈവത്തിന്റെ തിരുവിഷ്ടപ്രകാരമാണ് നമ്മെ തെരഞ്ഞെടുത്തത്. ജെയിംസിനെ എന്താ തെരഞ്ഞെടുത്തത്? ജെയിംസിനെ എന്തിനാ വേലയ്ക്ക് വിളിച്ചത്? അവനെ എന്തിനാ ശുശ്രൂഷകനാക്കിയത്? അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും എന്തിനാ വിളിച്ചത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത് എന്തിനാ? ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ താങ്ക് യു ജീസസ് 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം: ആകയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളും ഇല്ല. ഒരു ക്വസ്റ്റ്യനാ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിക്കുക ദൈവത്തോട്, അല്ലെങ്കിൽ ദൈവത്തിന് അനീതിയുള്ള ദൈവമാണോ? എന്തുകൊണ്ട് കുറച്ചുപേരെ തെരഞ്ഞെടുക്കുന്നു? ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. വൈ ഗോഡ് ഈസ് ചോസിങ് സം പീപ്പിൾ, വൈ ഗോഡ് ഈസ് റിജക്ടിങ് സം? ന്യായമായിട്ട് നമുക്കുണ്ടാകും. ഒരു അമ്മയുടെ ഉദരത്തിലുണ്ടായ ആളാണ് യേശാവും യാക്കോബും. യേശാവിനെ ദൈവം തള്ളിക്കളഞ്ഞു, യാക്കോബിനെ ദൈവം ഉൾക്കൊണ്ടു. ഒരു വീട്ടിൽ തന്നെ ജനിച്ചവനാണ് ജോസഫും തന്റെ സഹോദരന്മാരും. ജോസഫിനെ മന്ത്രിയാക്കി, മറ്റുള്ളവർ തഴയപ്പെട്ടില്ലേ?
ഒരു വീട്ടിൽ തന്നെ ജനിച്ചവനാണ് ദാവീദും തന്റെ സഹോദരന്മാരും. ദാവീദിനെ രാജാവാക്കി. അതിന്റെ മറുപടി ഇവിടെ എഴുതിയേക്കുക 15-ാമത്തെ വാക്യത്തിൽ. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും ചെയ്യും. Nobody can question the authority of God. ദൈവത്തിന്റെ സർവാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ എന്തിനാ നമ്മുടെ പേരെഴുതി വെച്ചതെന്ന് ആർക്കും ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, മോശ പറഞ്ഞ കാര്യമാ കോപ്പി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനുമാലല്ല ഓടുന്നവനുമാലല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഓടിയത് കൊണ്ടല്ല, നമ്മൾ ഇച്ഛിച്ചത് കൊണ്ടുമല്ല, നമ്മുടെ ഇച്ഛ കൊണ്ടല്ല. നമ്മൾ ഇച്ഛിച്ചുകൊണ്ടല്ല ഇതിനകത്ത് വന്ന് നമ്മൾ വിചാരിക്കും അയ്യോ എന്റെ എന്തോ ആഗ്രഹം കൊണ്ട്. നോ, നമ്മുടെ ഇച്ഛ കൊണ്ടല്ല വന്നത്. ഓടുന്നവനുമാലല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അപ്പോൾ ഈ വാക്യം എന്തോ പറയുന്നത്? നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്ത് പ്രവർത്തിച്ചത് നമ്മൾ ഓടിയത് കൊണ്ടല്ല, നമ്മൾ ഇച്ഛിച്ചത് കൊണ്ടല്ല, നമ്മുടെ കർമ്മഫലം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നു, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കുന്നതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ വിളിയാലുള്ള ആശ എന്ന് പറയും. ദൈവം വിളിച്ചത്, ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ നിന്നിൽ എന്റെ ശക്തി ഒന്ന് കാണിക്കണം. ഓ റഖലബബ ശന്തരബറബ ഖതരബബ ഉറിയലബബ ശന്തരബദരഗസികിരിരി റുമന ഹസ്തേലി ഹൽഖമനഗഡഗശസിയന്തരദരബബബ യാ റമശതന, നിന്നിൽ എന്റെ ശക്തി ഒന്ന് കാണിക്കണം. എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടണം. എന്തിനാ തെരഞ്ഞെടുത്തത്? To show his mighty power through you. ദൈവത്തിന്റെ ശക്തി നിന്നിലൂടെ ഒന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ പറയണം, I am a power station. I am a power manifestation. I am a power station and I am a power manifestation of God. എന്നിലൂടെയാണ് ദൈവത്തിന്റെ ശക്തിയെ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, എത്ര വലിയ കരണ്ടാണെങ്കിലും അത് പാസ് ചെയ്യണമെങ്കിൽ ആമേൻ കോപ്പർ വയർ വേണം. അതുപോലെ ആത്മശക്തിയെ പ്രവഹിക്കുന്ന കോപ്പർ വയറാണ് നിങ്ങളെന്ന് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. യു ആർ ദ പവർ സ്റ്റേഷൻ ഓഫ് ഗാഡ് ആൻഡ് യു ആർ ദ പവർ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മശക്തി വ്യാപരിക്കണം. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആത്മശക്തി വ്യാപരിക്കണം. നിങ്ങളുടെ കൈവെക്കുമ്പോൾ നിങ്ങളുടെ കൈയിലൂടെ ആ ശക്തി അനേകരിലേക്ക് പകരപ്പെടണം. അതിനാ തെരഞ്ഞെടുത്തത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. എന്തിനാ നിർത്തിയേക്കെന്ന് അറിയാമോ? നിന്നിൽ എന്റെ ശക്തി എനിക്കൊന്ന് കാണിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഈ ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കണ്ണുകൾ താൻ ബലവാനെന്ന് കാണിക്കുന്നത് വേറെ ആരിലൂടെയുമല്ല. താൻ ബലവാനെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നത് നമ്മിലൂടെയാണ്, നമ്മളിലൂടെ പ്രവർത്തിച്ചിട്ടാണ്. ആമേൻ. എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടണം. ഹല്ലേലൂയ. സോ അതിനാ ദൈവം നമ്മുടെ മേൽ ശക്തി പകർന്നു. ദൈവം എന്തിനാ ശക്തി പകർന്നത്? ദൈവം എന്തിനാ തെരഞ്ഞെടുത്തത്? അതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും ശമരിയയിലും ആമേൻ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. ഭൂമി സർവ്വഭൂമിയിലും ദൈവത്തിന്റെ നാമം പ്രസ്താവിക്കണം. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സീക്രട്ട്. ഈ പ്രെയർ ലൈനിൽ കടന്നു വന്ന കുടുംബങ്ങളോടെ വ്യക്തികളുടെ ആത്മാവിൽ ദൂത് പറയുക. ദൈവത്തിന്റെ ശക്തിയുടെ ചാലകങ്ങളാക്കി, ദൈവത്തിന്റെ ശക്തിയുടെ പ്രവാഹ കേന്ദ്രങ്ങളാക്കി മാറ്റി, ദൈവത്തിന്റെ ശക്തിയുടെ ഉറവിടങ്ങളാക്കി മാറ്റി, അതിനെ മറ്റുള്ളവരിലേക്ക് പകരുന്ന ജഗന രകൽഖമന ദമംപ്രിയ ലബോഷ്വാർത്തി ബാർഖമന ഘടകം സിയാം ധരാധന
കരണ്ട് പ്രവഹിക്കുന്ന ഒരു വയറിൽ തൊട്ടാൽ കരണ്ടടിക്കും. അത് വയറിന്റെ മേന്മ കൊണ്ടല്ല, അവൻ പവറുമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ നിഴലടിക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടണമെങ്കിൽ, നമ്മുടെ സാന്നിധ്യം കാണുമ്പോൾ തന്നെ രോഗങ്ങൾ ഓടണമെങ്കിൽ, ഇന്ന് രാത്രി ശക്തിയുടെ പ്രവാഹ സ്ഥാനവുമായി കണക്റ്റഡ് ആകണം. ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തത് എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു. അതാണ് കാര്യം. ദൈവത്തിന് കരുണ തോന്നുന്നത് മനസ്സുള്ളവനോടാ. ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ കരുണ തോന്നും. ദൈവത്തിന്റെ മനസ്സാ അതിനകത്തിലെ റീസൺ. ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിനോട് എത്ര നന്ദി പറയും. കർത്താവേ, എന്നെ തെരഞ്ഞെടുക്കാൻ അവിടുത്തേക്ക് മനസ്സായല്ലോ. അവിടുത്തെ മനസ്സ്, ഹല്ലേലൂയ, ആമേൻ. തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. അടുത്ത വാക്യം കേട്ടോണം. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ഒരു ക്വസ്റ്റ്യൻ. പിന്നെന്തിനാ കുറ്റം പറയുന്നത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്തു നിൽക്കും എന്നു നീ എന്നോട് ചോദിക്കും. ദൈവത്തിന്റെ ഇഷ്ടത്തോട് ആരാ എതിർത്ത് നിൽക്കുന്നത്? ആർക്കും പറ്റത്തില്ല. സ്വർഗം പറയാ, ഇന്ന് രാത്രി 12 മണിക്ക് ഇന്ന സ്ഥലത്തൊരു കൊടുങ്കാറ്റ് അടിക്കണമെന്ന് വിചാരിച്ചാൽ, ദൈവം കൽപ്പിച്ചാൽ 11 മണിയല്ല, കൃത്യം 12 മണിക്ക് തന്നെ ആ കാറ്റ് അവിടെ അടിച്ചിരിക്കും. കാറ്റുകൾ, മേഘങ്ങൾ എന്റെ കർത്താവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ഒരു പേമാരി പെയ്തിറങ്ങണമെന്ന്, വെള്ളം കൊണ്ട് ഭൂമിയെ മുക്കണമെന്ന് ആകാശത്തോട് കൽപ്പിച്ചാൽ, ആമേൻ, മണിക്കൂറുകൾക്കകം അത് നിവർത്തിപ്പാൻ, ആമേൻ, ആകാശമേഘങ്ങൾ, ഹല്ലേലൂയ, കാർമേഘങ്ങൾ റെഡിയായിട്ട് നിൽക്കുവാണ്. സ്തോത്രം. ദൈവത്തോട് ആര് പ്രത്യുത്തരം പറയും? അയ്യോ മനുഷ്യ, അയ്യോ മനുഷ്യ എന്ന് എഴുതിയേക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായം, ആമേൻ, സ്തോത്രം, അതിന്റെ 20-ാം വാക്യം ഞാൻ വായിക്കുന്നു. ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആരാ? ഇയ്യോബ് ഒത്തിരി പറഞ്ഞു നോക്കി, പക്ഷെ ദൈവത്തിന്റെ വാ തുറന്ന് ദൈവം സംസാരിക്കാൻ തുടങ്ങി. മഹാനക്രത്തെ നിനക്ക് കുത്തിത്തുളയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ, ഉദയനക്ഷത്രങ്ങൾ ഒരുമിച്ചാർത്തപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, താങ്ക് യു ജീസസ്. ഓ, ഇയ്യോബിന്റെ വായടച്ചുപോയി. യോബിന് പിന്നെ പറയാനൊന്നുമില്ല. ശ്രദ്ധിച്ചേ, ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാ പറഞ്ഞു വരുന്നത്. സ്തോത്രം. മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട്, അതായത് സൃഷ്ടിതാവിനോട്, നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? നീ എന്തിനാ എന്നെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഏതെങ്കിലും സൃഷ്ടിതാവിനോട് ചോദിക്കുമോ? ചോദിക്കില്ല. അത് ഉണ്ടാക്കുന്നവന്റെ വിവേചനാധികാരമാണ്. ഉണ്ടാക്കുന്ന ഒരാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. തടി ഒരിക്കലും ആശാരിയെ വഴക്ക് പറയത്തില്ല. നീ എന്തിനാ എന്നെ എങ്ങനെ മുറിച്ചേ? നീ എന്തിനാ ഇവിടെ എനിക്ക് തുളയിട്ടത്? നീ എന്തിനാ എന്റെ ഇവിടെ ആണി അടിച്ചത്? നോ, he'll never ask a question. ഒരു ഇരുമ്പ് കഷ്ണം ഉലയിൽ വെച്ച് ചുട്ടു പഴുപ്പിച്ച് ശക്തിയുള്ള ആയുധം കൊണ്ട് അടിച്ചു പരത്തുമ്പോൾ ഇരുമ്പിന് ചോദിക്കാൻ അവകാശമില്ല, എന്തിനാ നീ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു കാര്യമുണ്ട്, വെറുതെ തമാശക്കല്ല, എന്തോ വലിയൊരു പർപ്പസ് അതിന്റെ പുറകിലുണ്ട്. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, അല്ല കുശവന് അതേ ഭിന്നത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്റെ മേൽ അധികാരമില്ലയോ? കുശവന് മണ്ണിന്റെ മേൽ അധികാരമുണ്ട്. 2 തരം പാത്രം, ഒന്ന് മാനപാത്രം, 2 അപമാനപാത്രം. എന്തുവാ മാനപാത്രം? നമ്മൾ വീട്ടിനകത്ത് ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് മാനപാത്രം. Thank you, Jesus. I hope you can hear my voice in Jesus' name. മാനപാത്രം. എന്തുവാ അപമാനപാത്രം? പുറത്തു നമ്മളെ ആരെയും കാണിക്കാതെ മാറ്റി, ഗസ്റ്റ് ഒന്നും കാണിക്കാതെ അപമാനത്തിന് വേണ്ടി
നല്ല ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള റീസൺസിന് വേണ്ടി ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് അപമാന പാത്രം. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. Oh, we break every kind of distractions in the name of Jesus. Thank you, Holy Spirit. Thank you, Jesus. Oh my God. Hallelujah. Oh, yamdharababa shamdara. പുറംപറമ്പിൽ എറിയപ്പെട്ട് കിടന്ന പാത്രങ്ങളായിരുന്നു നമ്മെ. അപമാനത്തിലായി കിടന്നത് നമ്മളെ മാനപാത്രമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. Hallelujah. Thrown out vessels, പുറത്തെറിയപ്പെട്ട ആമേൻ പാത്രങ്ങളായിരുന്നു നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത ദൈവകൃപയ്ക്കായി ഇന്ന് രാത്രി നന്ദി പറ. അപമാനത്തിന് ഉണ്ടാക്കാൻ മണ്ണിന്റെ മേൽ അധികാരം. അതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ആ അധികാരത്തെ പറ്റി പറയുന്നത്. കുശവൻ അതിന്റെ മേൽ അധികാരമാണ്. ആ മണ്ണിനെ വീലിന്റെ മേൽ എടുത്ത് വെക്കുമ്പോൾ അധികാരമുണ്ട്. നോബഡി ക്യാൻ ക്വസ്റ്റ്യൻ യു. നീ എന്തിനാ ഇതിനെ ഉണ്ടാക്കിയത്? എന്തിനാ അതിനൊരു നല്ല ഭരണിയാക്കരുതായിരുന്നു? അല്ലെ നല്ലൊരു കുടം ഉണ്ടാക്കരുതായിരുന്നു? അല്ലെ ഒരു മൺചട്ടി ഉണ്ടാക്കരുതോ? ഇതൊന്നും ചോദിക്കാൻ അധികാരമില്ല. മണ്ണ് വീലിന്റെ മേലാണെങ്കിൽ, കുശവന്റെ വീലിന്റെ മേലാ മണ്ണിരിക്കുന്നതെങ്കിൽ മണ്ണിനല്ല അധികാരം, കുശവനാണ് അധികാരം. കുശവനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ, നമ്മളെ പറ്റി പറയാ, ജാതികളിൽ നമ്മളെ വിളിച്ചു. SNDP ആയിരിക്കും, NTPC ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ജാതിയെന്നും ആയിരിക്കും. അതൊന്നും നമുക്ക് പുകഴ്ച പറയാൻ പറ്റത്തില്ല. അതൊന്നും അല്ല പ്രശ്നം. അതിൽ നമ്മളെ വിളിച്ചു, നമ്മളെ ചോസ് ചെയ്തു, നമ്മളെ സെലക്ട് ചെയ്തു, നമ്മളെ എലക്ട് ചെയ്തു. എന്തിനാണെന്നറിയാം? തേജസ്സിനു വേണ്ടി മുന്നൊരുക്കി. ആ മുന്നൊരുക്കം അല്ലെങ്കിൽ പ്രീ ഡെസ്റ്റിനേഷൻ ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകാത്തെ. കരുണാപാത്രങ്ങളായ നമ്മളെ ഇപ്പൊ 3 പാത്രങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1 മാനപാത്രം, 2 അപമാനത്തിനുള്ള പാത്രം, 3 കരുണാപാത്രം. നമ്മളെ പറ്റി പറയുക, ജാതികളിൽ നിന്ന് വിളിച്ചിറക്കിയ നമ്മളെ കരുണാപാത്രം എന്ന് വെച്ചാൽ ഈ പാത്രത്തിലേക്ക് പകർന്നത് കരുണയാണ്. Hallelujah, hallelujah. Vessel of grace, vessel of grace. Can you please tell, I am the vessel of grace. ആമേൻ. കൃപയുടെ പാത്രമാണ് ഞാൻ. ആമേൻ. എന്നിലേക്ക് ദൈവം പകർന്നതാണ് ദൈവത്തിന്റെ കൃപ. ഇതെന്റെ സ്വന്തമെന്നല്ല. ഹല്ലേലൂയ. മൺകൂടാരത്തിലേക്ക് പകർന്ന ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, എന്റെ മൺപാത്രത്തിലേക്ക് സ്വർഗം പകർന്ന ദാനമാണ്. എത്ര പേര് പറയും എന്റെ മൺകൂടാരത്തിന്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. മൺപാത്രമായിരുന്ന എന്നെ ആമേന കൃപയുടെ പാത്രമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രത്തെ, നെക്സ്റ്റ് പാത്രത്തിന്റെ പേരാ കോപപാത്രം. ഹല്ലേലൂയ. വെസൽ ഓഫ് റാത്ത്. കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? അടുത്തത്, എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞിടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. Oh, thank you, Jesus. Oh God, oh God, oh God. Ashabar Hezamadana Baba. Hallelujah. എന്റെ ജനമല്ലാത്തവരായിരുന്നു, അവരെനിക്ക് പ്രിയമല്ലാത്തവരായിരുന്നു. ഞാൻ എന്നാൽ അവരെ എന്റെ ജനമെന്ന് വിളിക്കും, എന്റെ പ്രിയരെന്ന് ഞാൻ അവരെ വിളിക്കും. എന്റെ ജനമല്ല എന്ന് പറഞ്ഞെടുത്ത് അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ഇന്ന് രാത്രി ആ സൗഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപമാനത്തിന്റെ പാത്രങ്ങളായിരുന്നു നമ്മളെ മാനപാത്രങ്ങളാക്കി സ്വർഗം മെനഞ്ഞെടുത്തു. യെസ് ലോർഡ്. കരുണാപാത്രങ്ങളാക്കി നമ്മളെ തീർത്തു. കോപപാത്രങ്ങളായിരുന്നു നമ്മളെ ദീർഘക്ഷമയോടെ കരുതി. ജനമല്ലാത്ത നമ്മളെ ജനമാക്കി, പ്രിയരല്ലാത്തവരെ നമ്മളെ പ്രിയരാക്കി. ആമേൻ. സ്തോത്രം. ജനമല്ല എന്ന് പറഞ്ഞിടത്ത് ജീവനുള്ള ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി. എവിടാ കടന്നത്?
എവിടാ കിടന്നത്? ഹല്ലേലൂയ. എവിടാ കിടന്നത്? ഹീനപാത്രമായിരുന്നു, മാനപാത്രമാക്കി മാറ്റി. എവിടെയാ കിടന്നത്? സ്തോത്രം, ഹല്ലേലൂയ. കോപപാത്രമായിട്ടാ കിടന്നത്, ജനമല്ലാത്തടത്താ കിടന്നത്, അവകാശമില്ലാത്തടത്താ കിടന്നത്. പക്ഷേ മക്കളും അവകാശികളുമാക്കി മാറ്റി. ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറയണം, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകനാ, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകളാ. കമോൺ, ഇന്ന് രാത്രി പറയുമ്പോൾ നിങ്ങളിലേക്ക് ജീവൻ വ്യാപരിക്കും. നിങ്ങൾ ക്യാൻസർ രോഗിയാണോ? ആത്മാവിൽ വിളിച്ചു പറ. നിങ്ങൾക്ക് സ്കിൻ ഡിസീസ് ഉണ്ടോ? ആത്മാവിൽ വിളിച്ചു പറ. ഫാമിലി പ്രോബ്ലംസ് നിങ്ങളുണ്ടോ? നിങ്ങൾ വിളിച്ചു പറ ആത്മാവിൽ. യേശുവിൻ നാമത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകനാണ്. ആർ യു ഫേസിംഗ് പ്രോബ്ലം ഇൻ യുവർ ഓഫീസ്? നീ പറഞ്ഞ ജീവനുള്ള ദൈവത്തിന്റെ മകളാണ്, മകനാണ്. Hallelujah, hallelujah, hallelujah. Thank you Jesus, thank you Holy Spirit. അപ്പാ, കുശവന്റെ കയ്യിലെ കളിമണ്ണിനെ അവിടത്തേക്ക് മെനയാൻ പ്രിയം തോന്നിയതുപോലെ എന്നെ വേണേ തള്ളിക്കളയായിരുന്നു അപ്പച്ച, എന്നെ വേണമെങ്കിൽ ഉടഞ്ഞ പാത്രത്തിന്റെ കൂട്ടത്തിൽ തട്ടിക്കളയാമായിരുന്നു. ആരും അങ്ങയോട് ചോദിക്കത്തില്ലായിരുന്നു, ആരും ചോദിക്കത്തില്ല, ആരും ചോദിക്കത്തില്ല, ആരും ചോദിക്കാനും പറയാനും ഇല്ലായിരുന്നു. എന്തിനാ ജെയിംസിനെ തട്ടിക്കളഞ്ഞെന്ന് ആരും ചോദിക്കത്തില്ലായിരുന്നു, ആർക്കും ചോദിക്കാൻ അവകാശം ഇല്ലായിരുന്നു. പക്ഷെ അപ്പാ, ആരും ചോദിക്കാനില്ലാത്തപ്പോ, അങ്ങയുടെ സർവാധിപത്യത്തെ ആർക്കും ചോദ്യം ചെയ്യാനില്ലാത്തപ്പോഴും കരുണാപാത്രമായി എന്റെ മേൽ കരുണയെ പകർന്ന്, ശ്രദ്ധിച്ചേ, നമ്മളൊരു പാത്രം മേടിച്ചു, നല്ലൊരു ഭരണി മേടിച്ചിട്ട് നിങ്ങൾ അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു വെച്ചു, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചു. നിങ്ങൾ ഒരിക്കലും ആ പാത്രത്തെ ആ പാത്രം ഇഞ്ഞു കൊണ്ടുവന്നല്ല പിന്നെ നമ്മൾ പറയുന്നത്, ആ എണ്ണപ്പാത്രം ഇഞ്ഞു കൊണ്ടുവരാൻ പറയും. അപ്പൊ നമ്മൾ വെറും പാത്രങ്ങളായിരുന്നു. ആ പാത്രത്തിലേക്ക് കൃപ നിറച്ചപ്പോൾ, കരുണ നിറച്ചപ്പോൾ നാം കരുണാപാത്രങ്ങളായി മാറി. ആ തെരഞ്ഞെടുപ്പിനായി നന്ദി പറയുന്ന എത്ര പേരുണ്ട്? ആ തെരഞ്ഞെടുപ്പിനുമായി ഹല്ലേലൂയ. ഓ റീ ബി 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 ഹസ്തേരെ കേരിയ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എത്ര പേർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും? ഇതെല്ലാം നമുക്ക് ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:7 ദൈവത്തിന്റെ ഭക്തൻ പറയുന്നത്, ഹല്ലേലൂയ, now we have this treasure in a jar of clay. ജാർ ഓഫ് ക്ലേ. കുശവന്റെ കയ്യിൽ നിന്ന് മെനഞ്ഞെടുത്ത ഒരു കളിമൺ പാത്രമാ ഞാന്. ആ എന്നിലേക്ക് ദൈവം ആമേൻ. But we have this treasure in the jars of clay to show that this all surpassing power is from God and not from us. Thank you Jesus. 2 കൊരിന്ത്യർ 4:7 വായിക്കുമ്പോഴാ നമ്മളിലേക്ക് പകരപ്പെട്ട കൃപയുടെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. Thank you Holy Spirit. Hallelujah. Thank you Holy Spirit. Thank you Daddy. Thank you Jesus. We bless your holy name Jesus. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപത്തെ ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. അതെ, ഞാൻ മൺപാത്രമാ, ശരി തന്നെയാ. പക്ഷെ ഒരു നിക്ഷേപത്തെ ദൈവം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു ശക്തിയെ ദൈവം എന്റെ അകത്ത് പകർന്നിട്ടുണ്ട്. ഓ റബശതര. ഈ അത്യന്ത ശക്തി, അത്യന്ത ശക്തിക്ക് ആമേൻ എഴുതിയേക്കുന്ന ഇംഗ്ലീഷ് പദം ഓൾ സർപാസിംഗ് പവർ എന്ന. ഓ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പറയാ, we now have this light shining in our heart, but we ourselves are like fragile clay jars. അയ്യോ, പൊട്ടിപ്പോകുന്ന മൺപാത്രം, ഉടഞ്ഞു പോകുന്ന മൺപാത്രം, തകർന്നു പോകുന്ന മൺപാത്രം. Oh my God, oh my God, oh my God. The jars containing this great treasure. നിങ്ങളൊരു കാര്യം ഒരു പാത്രത്തിലേക്ക് പകരുമ്പോൾ ആ പാത്രത്തിന്റെ യോഗ്യത നോക്കിയേ പകരത്തുള്ളൂ. യെസ് ലോർഡ്. സ്വർണം മേടിച്ചോണ്ട് വരുന്നത് കളിമൺ പാത്രത്തിൽ ആരെങ്കിലും സ്വർണം മേടിച്ചോണ്ട് വരുമോ? നിങ്ങൾ ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് മേടിച്ച പാത്രം കളിമണ്ണിനകത്ത് തന്നിട്ടുണ്ടോ? നോ നോ, നെവർ നെവർ. ദേ വിൽ ഗിവ് യു എ ബ്യൂട്ടിഫുൾ ബാഗ്. പക്ഷെ ദൈവത്തിന്റെ വചനം ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പറയാ, ബട്ട് വി ourselves are like fragile clay jars containing this great treasure. ഈ വലിയ നിക്ഷേപത്തെ പൊളിഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തിൽ, പൊടിഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തിൽ, പൊട്ടിപ്പോകുന്ന ഈ മൺപാത്രത്തിൽ ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുകയാ. Amen. This makes it clear that our great power is from God, not from ourselves.
അപ്പൊ ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥനയിൽ രോഗി സൗഖ്യമായാൽ, ഭൂതമലറിയോടിയാൽ, ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വന്നാൽ, പാസ്റ്ററെ നല്ല മെസ്സേജ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, അതെന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ കരയിപ്പിച്ചു പാസ്റ്ററെ, എന്നെ മടക്കി വരുത്തി എന്ന് പറഞ്ഞാൽ, ദൈവ സാന്നിധ്യം എന്നിൽ നിറച്ചെന്ന് പറഞ്ഞാൽ, നത്തിങ് ടു ബോസ്റ്റ്, ഒന്നും പുകഴാനില്ല. ബിക്കോസ് ഐ ആം എ ഫ്രജൈൽ ക്ലേ ജാർ. എപ്പോഴും പറയണം, ഐ ആം എ ഫ്രജൈൽ ക്ലേ ജാർ. ഞാൻ തകർന്നു പോകുന്ന, പൊട്ടിപ്പോകുന്ന ഒരു കളിമൺ പിഞ്ഞാണമാണ്, ഒരു കളിമൺ പാത്രമാണ്. ദൈവത്തിന്റെ കൃപ എന്നിൽ നിറച്ചതിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഡാഡി, വി വാണ്ട് ടു താങ്ക് യു ഫോർ ദാറ്റ് സെലക്ഷൻ. ഹല്ലേലൂയ. താങ്ക് യു ഗോഡ്. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? അപ്പച്ച, ഈ ഫ്രജൈലായ 3 മിനിറ്റ് ശ്വാസം കിട്ടിയില്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്ന ഈ പാത്രം, 3 മിനിറ്റ് ശ്വാസം കിട്ടിയില്ലെങ്കിൽ കാലും കൈയുമിട്ട് പിടച്ച് മരിച്ചു പോകുന്ന, ചത്തുപോകുന്ന, 4 ദിവസം മണ്ണിനകത്തിരുന്നാൽ വളമായി തീരുന്ന ഈ ഫ്രജൈലായ ക്ലേ പോട്ടിലേക്ക് അവിടുത്തെ അത്യന്ത ശക്തിയെ പകർന്നല്ലോ അപ്പാ. ഞാൻ ഒരു സഭായോഗത്തിന് പോകുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാ. ഞാൻ നോക്കിയപ്പോ ഒരു ഓടയിൽ ചെളിക്കകത്ത്, ഹല്ലേലൂയ, ഒരു പുഴു കിടന്ന് കൈയും കാലും വിട്ടടിക്കുന്നു രക്ഷപ്പെടാൻ. വെള്ള ഉടുപ്പിട്ട് ചർച്ചിലേക്ക് പോകുമ്പോ, അയ്യോ പാവം പുഴുവല്ലേ എന്നോർത്ത്, അതിന് ജീവനുള്ളതല്ലേ എന്നോർത്ത് ഞാൻ ഒരിക്കലും അടുത്തതിനെ പോക്കറ്റിലിടാറില്ല. നെവർ, ഐ വിൽ നെവർ ഡു ദാറ്റ്. പക്ഷെ സ്വർഗം എന്നോട് ചെയ്തത് ഏകദേശം അതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ്. എനിക്ക് പകരം വെക്കുവാൻ ഒന്നുമില്ല, എനിക്ക് പകരം വെക്കുവാൻ ഒന്നുമില്ല, എനിക്ക് പകരം കൊടുക്കുവാൻ ഒന്നുമില്ല. എന്നെ തെരഞ്ഞെടുത്ത ദൈവകൃപയ്ക്കായി ഞാൻ നന്ദി പറയുകയാണ്. എന്നെ തെരഞ്ഞെടുത്ത ദൈവകൃപയ്ക്കായി ഞാൻ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റഖബബ ശാന്തരബബ ജൂഡാമന ശാന്തര പ്രൗഢജനക അർത്ഥമനഘടകസ്യാന പ്രൗഢജന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. എത്ര പേര് ഇന്ന് രാത്രി സമർപ്പിക്കും? കർത്താവേ, നീ എന്നെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം, എന്നെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. യെസ് ലോർഡ്, യെസ് ലോർഡ്. അവിടുത്തെ കൃപ എന്റെ മേൽ പകർന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോട്ടെ ദൈവമക്കളെ. യെസ് ലോർഡ്, യെസ് ലോർഡ്. ഞാൻ ഇന്ന് പകൽ കുറെ പാത്രങ്ങളെ പറ്റി പറഞ്ഞു. മാനപാത്രം, അപമാനപാത്രം അല്ലെങ്കിൽ ഹീനപാത്രം, കരുണപാത്രം, കോപാപാത്രം, തെരഞ്ഞെടുത്ത പാത്രം, വിശുദ്ധ പാത്രം അല്ലെങ്കിൽ ആമേൻ ഉടഞ്ഞുപോയ പാത്രം. ഹല്ലേലൂയ. ഒത്തിരി പാത്രങ്ങളെ പറ്റി ദൈവവചനം ഏകദേശം 7 പാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതിൽ കൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ നല്ലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തില് ഞാൻ വായിച്ചപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ധ്യാനിച്ചതാണ്. കൂലിക്കാരെ കൂലിക്ക് വിളിക്കുമ്പോൾ, തെരഞ്ഞെടുക്കുമ്പോൾ, അവരെ ആക്കി വെക്കുമ്പോൾ, അവരെ എലക്ട് ചെയ്യുമ്പോൾ, ചിലരെ നേരത്തെ വിളിച്ചു, ചിലരെ താമസിച്ചു വിളിച്ചു. പക്ഷെ കൂലി കൊടുത്തപ്പോ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു. ഇത് കണ്ടിട്ട് നേരത്തെ വന്നവർക്ക് ദേഷ്യം വന്നു, താമസിച്ചു വന്നവർക്കും ഞങ്ങളുടെ തന്നെ കൂലി കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അവൻ കൂലിക്ക് വിളിച്ച ഉടമസ്ഥന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. കൂലിക്കാരെ ആക്കുമ്പോൾ ചോദ്യം ചെയ്യുന്നവരോട് പറയാ, 14-ാം വാക്യം മത്തായി 20:14, നിന്റേത് വാങ്ങി പോയിക്കൊള്ള. ഇച്ചിരി ഹാർഷായിട്ട് പറഞ്ഞു, നിന്റെ ശമ്പളം വാങ്ങി പൊക്കോളം. That means you have no right to question me, my authority. നീ എന്നോടൊരു തുക പറഞ്ഞ് ഒത്തിട്ടാ വന്നത്, നിനക്ക് അർഹതപ്പെട്ട ഞാൻ നിനക്ക് തരും. അടുത്ത വാക്യം, നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. അതാ കാര്യം, എനിക്ക് മനസ്സുണ്ട് അവനെ അനുഗ്രഹിക്കാൻ. എന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ അവനെ തെരഞ്ഞെടുത്തത്, എന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ അവനെ കൊടുത്തത്. ഈ താലന്ത് വിഭജിച്ചു കൊടുക്കുമ്പോ ഒരാൾക്ക് 5 കൊടുത്തു, ഒരാൾക്ക് 2 കൊടുത്തു, ഒരാൾക്ക് 1 കൊടുത്തു. അതിനകത്തൊരു പ്രത്യേക പദം കിടപ്പുണ്ട്, എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ആമേൻ. യജമാനൻ പ്രാപ്തി പോലെ അവർക്ക് കൊടുത്തെന്ന, പ്രാപ്തി പോലെ. കുറച്ച് കിട്ടിയവനും കൂടുതൽ കിട്ടിയവനും ഓർത്തോണം, നിന്റെ പ്രാപ്തിക്കൊത്താ ദൈവം നിന്റെ തന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സാ അതിനകത്ത് വർക്ക് ചെയ്തത്. ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്ന് രാത്രിയില് എവിടെയെങ്കിലും ഒക്കെ കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ കർത്താവിനോട് പറഞ്ഞാൽ മതി, അവിടുന്ന് മനസ്സ് തോന്നി അങ്ങ് അനുഗ്രഹിക്കും. യെസ് ലോ. ദൈവത്തിന് നമ്മോട് തിരുവിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. യെസ്, ഇറ്റ്സ് ഗ്രേസ്. ഓടിയത് അധ്വാനിച്ചത് കൊണ്ടൊന്നും അല്ല, നമ്മൾ ഇച്ഛിച്ചത് കൊണ്ടോ ഓടിയത് കൊണ്ടൊന്നും അല്ലെന്ന്. നമ്മൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടോ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ നമ്മൾ അതിനകത്തിൽ വെൽവേസ്ഡ് ആയിട്ടൊന്നും അല്ല. ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ മനസ്സാ, ദൈവത്തിന്റെ ഫേവറാണ്. ഹല്ലേലൂയ. ഗോഡ്സ് ഫേവർ, ഗോഡ്സ് ഫേവർ. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുള്ളതുപോലെ ചെയ്യുവാൻ, സ്വർഗം ചോദിക്കുക, എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുള്ള പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനായതുകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? സത്യത്തിൽ ഈ യജമാനന്റെ പ്രവൃത്തി നല്ല പ്രവൃത്തിയല്ലേ? എന്ന് വെച്ചാൽ താമസിച്ചു വന്നവനും കൂടെ കൂടുതൽ കൊടുക്കാൻ ന്യായമായിട്ടും കുറച്ചു കൊടുത്താൽ മതി. ആമേൻ. അവന് ചോദിക്കാൻ റൈറ്റ് ഇല്ല. താമസിച്ച വന്നവന് കൂലി കുറച്ചു കൊടുക്കുമ്പോ അത് മേടിച്ചോണ്ട് അവന് ചോദിക്കാൻ റൈറ്റ് ഇല്ല. കാരണം അവൻ കൂലി പറഞ്ഞൊത്തിട്ടല്ല, അവൻ താമസിച്ചു വന്നവനാണ്. യജമാനന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെക്കാൾ മുമ്പേ വന്നവർക്ക് ഞാൻ ഇത്രയുമാ കൊടുത്തത്, നമ്മുടെ സ്റ്റൈൽ അതാ. പക്ഷെ സ്വർഗം പറഞ്ഞു, അല്ല, നീ ഇത് വെച്ചോ. അത് ദൈവത്തിന്റെ മനസ്സാണ്. ദൈവമക്കളെ, പഴയ നിയമ ഭക്തന്മാരെയൊക്കെ നോക്കുമ്പോൾ നമ്മളൊന്നും അല്ല. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോ അവരോട് കൂടെ നമ്മളെ ഇരുത്തുമ്പോ ഉണ്ടല്ലോ, യെസ്, അതാണ് മുമ്പന്മാര് പിമ്പന്മാരാകുമെന്ന് പറഞ്ഞു. ഞാനതിനെ അങ്ങനെ വെളിപ്പാടി മനസ്സിലാക്കുന്നത്. ഇന്നു രാത്രി ആത്മാവിൽ അതിനെ തിരിച്ചറിയട്ടെ. ഓടിയതും അധ്വാനിച്ചതും ഒന്നും ഞാനല്ല, എല്ലാം എന്നിലുള്ള ദൈവകൃപയാണ്. ആമേൻ. ആ കൃപ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഹല്ലേലൂയ. ഞാൻ നല്ലവനായതുകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ആമേൻ. സ്തോത്രം, സ്തോത്രം. മറ്റവരെ ആ കൂലി ആദ്യം വന്നവര്, ആദ്യം ജോലിക്ക് വന്നവര് മറ്റവന്റെ കൂലി ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. എനിക്കോ അവകാശപ്പെട്ടത് എനിക്ക് കിട്ടിയോ അത് മാത്രം നോക്കിയാൽ മതി. നീ എന്തിനാ എനിക്ക് നേരെ കണ്ണ് കടിക്കുന്നതെന്ന് ദൈവം ചോദിച്ചത്. ഞാൻ നല്ലവനായോണ്ടാണോ നീ എനിക്ക് നേരെ കണ്ണ് കടിക്കുന്നത്? താങ്ക് യു ജീസസ്. അപ്പൊ ദൈവത്തിനെ ചോദ്യം ചെയ്യാൻ, ദൈവത്തിന്റെ സുപ്രീമസിയെ, ദൈവത്തിന്റെ അതോറിറ്റിയെ, ആ എലക്ഷനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും ഞാൻ പറഞ്ഞു വന്നത്. And I already told you that it's an expression of the love of God. ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. അതൊരിക്കലും മനുഷ്യന്റെ പ്രവൃത്തിയാൽ വന്നതല്ല. ഈ ഒരു സെലക്ഷൻ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കണ്ടിട്ടല്ല ദൈവം നമ്മളെ അവൻ തെരഞ്ഞെടുത്തത്. അത് 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലുണ്ട്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനും യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരയും വെളിപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്തെ. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തത് സ്വന്തം നിർണയപ്രകാരമാണ്. കൃപയും 2 കാര്യമാണ്. സ്വന്തം നിർണയപ്രകാരം, ഹിസ് സെൽഫ് ഡിസിഷൻ ആൻഡ് ഗ്രേസ്. അപ്പൊ 9-ാമത്തെ വാക്യം, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. അത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ. അതായത് ഈ വാക്യമായിട്ട് തന്നെ കണക്ഷൻ ഉണ്ട്. സകലകാലത്തിനു മുമ്പേ എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് എന്ന് തന്നെ കൂട്ടിക്കോ. സ്തോത്രം. ക്രിസ്തുവിൽ നമുക്ക് നൽകി. ആമേൻ. സ്തോത്രം. ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റോമാലേഖനം 9-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, സ്തോത്രം. ആമേൻ, ആമേൻ. റോമാലേഖനം 9-ാമത്തെ 11 എങ്ങനെ പറഞ്ഞു? കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ ഒരു ഇഷ്ടം അതിനകത്തുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിനകത്ത് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദോഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒരു പ്രത്യേകമായ ഇല്ലിസ്ട്രേഷൻ കൊണ്ടുവരികയാണ്. എനിക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് കരുണ തോന്നും. യെസ്, തിരഞ്ഞെടുത്തവനോട്, ദൈവനിർണയപ്രകാരം തിരഞ്ഞെടുത്തവനോട് എനിക്ക് കരുണ തോന്നും. എനിക്ക് കരുണ തോന്നണമെന്നൊരു കരുണ തോന്നും. എനിക്ക് കനിവ് തോന്നുന്നൊരു കനിവ് തോന്നുന്ന എക്സാമ്പിൾ പറയാം. പഴയ നിയമത്തിലെ ഒരു ഉദരത്തിൽ ഒരുമിച്ച് ഉണ്ടായ
രണ്ട് സന്താനങ്ങളെ, രണ്ടുപേരെ രണ്ട് രീതിയിലാണ് ദൈവം ഡീൽ ചെയ്തത്. അവൻ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന്, മൂത്തവൻ ഹല്ലേലൂയ ഇളയവനെ സേവിക്കും. പക്ഷേ ഇസ്രായേലിന്റെ നിയമപ്രകാരം നേരെ തിരിച്ച, ജ്യേഷ്ഠാവകാശമുണ്ട്, ബർത്ത് റൈറ്റ് ഉണ്ട്, മൂത്തവനാണ് എല്ലാത്തിന്റെയും ഡബിൾ പോർഷൻ കിട്ടേണ്ടത്. പക്ഷേ ഇവൻ അവിടെ പരാജയപ്പെടുന്നു. ദൈവത്തിന്റെ നിർണയമാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് ഞാൻ മുന്നോട്ട് പോവുകയാണ് ദൈവമക്കളെ, കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം. ഇറ്റ് റിഫ്ലക്ട്സ് ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അത് ജസ്റ്റിസ് ആണോ, അത് യോഗ്യമായ കാര്യമാണോ? താങ്ക് യു ജീസസ്, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ഒരു പരമാധികാരത്തെ, ദൈവത്തിന്റെ സർവാധിപത്യത്തെ, സ്തോത്രം, ആമേൻ, അവിടെ അതാ ചോദിച്ചേക്കുന്നത്. ആകയാൽ 9:14, റോമർ 9:14 ദൈവത്തിന്റെ ജസ്റ്റിസിനെ പറ്റി അവിടെ പറഞ്ഞേക്കുന്നത്. ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളിലുമില്ല, ഒരു നാളിലുമില്ല. യാക്കോബിനെ തെരഞ്ഞെടുത്തത് യാക്കോബിന്റെ ഗുണം കൊണ്ടല്ല, യാക്കോബിനെ സ്നേഹിച്ചത് യാക്കോബിന്റെ ഗുണം കൊണ്ടല്ല, യേശാവിനെ ദ്വേഷിച്ചത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു, ദൈവത്തിന്റെ വില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അവന്റെ ജീവിതം കൊണ്ട് അവന്റെ മേലുണ്ടായിരുന്ന ആ ഒരു ഡെസ്റ്റിനിയെ അവന് മാറ്റാമായിരുന്നു വേണമെങ്കിൽ. അങ്ങനെ മാറ്റിയവർ ചരിത്രത്തിലുണ്ട്. പത്രോസ് അങ്ങനെയുള്ള ഒരാളാണ്. യൂദയെ പോലെ സെയിം ഫെയ്റ്റിലേക്ക്, സെയിം രീതിയിലേക്ക് പോയ ആളാണ്. പക്ഷെ നിലവിളിച്ചു മടങ്ങി വന്നപ്പോൾ ദൈവം കരുണാപാത്രമാക്കി മാറ്റി. ശ്രീ ആഹാബ് എന്നൊരു രാജാവുണ്ട്. ദൈവത്തിന്റെ രാജ്യത്തിനും ദൈവമക്കൾക്കും വലിയ അപകടമുണ്ടാക്കിയ വലിയ മ്ലേച്ഛനായ രാജാവ്. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന് എതിരെ നിന്ന മനുഷ്യൻ ഒറ്റ നിലവിളിക്ക് മുമ്പിൽ ആഹാബിനോട് ദൈവം ക്ഷമിച്ചെങ്കിൽ ഏശാവിനോട് ദൈവത്തിന് കരുണ തോന്നിയേനെ. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ചേ, ഞാൻ ആ ഭാഗം വിടുക, അതെന്റെ സബ്ജക്ട് അല്ലാത്തത് കൊണ്ട്. ദർ ഇസ് നോ ഇൻജസ്റ്റിസ് ഇൻ ഗോഡ്. അപ്പൊ തെരഞ്ഞെടുത്തതിനകത്തിൽ, ഒരാളെ തള്ളിക്കളഞ്ഞതിനകത്തിൽ അത് ദൈവത്തെ ഇൻജസ്റ്റിസ് പറയാം. ആമേൻ, 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 സ്തോത്രം. We cannot charge the injustice upon God. Yes, ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആമേൻ. അടുത്തതായിട്ട് ആമേൻ, സെലക്ഷൻ, ട്രൂത്ത്. ഇലക്ഷനകത്തുള്ള ചില സത്യങ്ങളുടെ പറഞ്ഞിട്ട് വേഗം ഞാൻ പോവാം. അപ്പൊ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു ചിന്തയുണ്ട്, പാസ്റ്ററെ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, ബിഫോർ ദ ക്രിയേഷൻ, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തെങ്കിൽ, അങ്ങനെ ഒരു കൂട്ടനെ തെരഞ്ഞെടുത്തെങ്കിൽ പിന്നെ സുവിശേഷം പറയേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി തെരഞ്ഞെടുപ്പ് കിടക്കുമല്ലേ. ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കലും സുവിശേഷത്തിനെതിരല്ല, ഇവാഞ്ചലിസത്തിനെതിരല്ല. Election does not abolish the need of evangelism. പൗലോസ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ എലക്ഷൻ എന്ന തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അല്ലെ തെരഞ്ഞെടുപ്പ് എന്ന ഡോക്ട്രിൻ പഠിപ്പിക്കുന്ന പൗലോസ് തന്നെ പറയുക, സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്കൊരു ലജ്ജയില്ല. 1 Corinthians 9, 1 Corinthians 9:16 കർത്താവിന്റെ ദാസൻ പറയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. അങ്ങനെ പൗലോസ് പറയുന്നു. അപ്പൊ ഈ എലക്ഷൻ പറഞ്ഞ ആള് തന്നെ പറയാണ് സുവിശേഷം അറിയിക്കണം. അയ്യോ എല്ലാരെയും കർത്താവ് തെരഞ്ഞെടുത്തത്, ആ മുൻനിർണയം എല്ലാവരിലും ഉണ്ട്, അപ്പൊ അവർ രക്ഷിക്കപ്പെട്ടോളൂ. അങ്ങനെയല്ല. The elect are not saved apart from the exercising saving faith. നമ്മൾ എലക്റ്റഡ് ആണ്, കാര്യം ശരിയാ. പക്ഷെ രക്ഷണ്യ പ്രവൃത്തിയെ വിശ്വസിക്കാതെ, യേശുവിൽ വിശ്വസിക്കാതെ, യേശുവിനെ അറിയാതെ ആ രക്ഷയുടെ പദ്ധതിക്കകത്ത് നാം വരുത്തില്ല. യെസ്. റോമാലേഖനം 1:16 അതിനാധാരമായി എനിക്ക് എടുത്തു കാണിക്കാനുള്ളത്. എന്റെ സമയം വേഗത്തിൽ ഓടുന്നു. റോമാലേഖനം 1:16 സ്തോത്രം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല.
വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മൾ എലക്റ്റഡ് ആണെന്ന് വെച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട എന്നല്ല അതിന്റെ അർത്ഥം. നമുക്കൊരു ഡ്യൂട്ടി ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. യെസ്, വി ഹാവ് ടു ബിലീവ് ഡിവൈൻ സോവറൻ എലക്ഷൻ ആൻഡ് സാൽവേഷൻ ബൈ ഫെയ്ത്ത്. ദൈവത്തെ വിശ്വസിക്കേണ്ട കടമ നമുക്കുണ്ട്. ഇത് രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ട സത്യങ്ങളാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ദൈവം നമ്മളെ തന്റെ സോവറിനായിട്ടുള്ള വില്ല് കൊണ്ട് നമ്മളെ തെരഞ്ഞെടുത്തു, സത്യമാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നമുക്ക് ഗവൺമെന്റ് ഓർഡർ അയച്ചു, നിങ്ങളത് കൈപ്പറ്റി സൈൻ ചെയ്ത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ അനുജന്റെ വൈഫ് ദുബായിലേക്ക് ഒരു ഹോസ്പിറ്റലിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫസ്റ്റ് ബാച്ചിൽ, ഒന്നാമത്തെ ബാച്ചിൽ 10 പേര് പോകുന്ന ബാച്ചിൽ എല്ലാം ശരിയായിട്ട് പുള്ളിക്കാരിയുടെ ഫോണിലേക്ക് വിളിച്ചു, ഫോൺ കിട്ടുന്നില്ല. മെയിൽ 10 പ്രാവശ്യത്തിക്കുള്ള അവർ മെയിൽ ചെയ്തു, മെയിൽ റിസീവ് ചെയ്യുന്നില്ല. ആഫ്റ്റർ 10 months she checked the mail and found that she got the appointment letter. ഒരു മാസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴും അപ്പോയിന്റ്മെന്റ് ലെറ്റർ മെയിലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിടപ്പുണ്ട്, പക്ഷേ അത് നീ സ്വീകരിക്കാത്തിടത്തോളം കാലം നിനക്ക് ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ട് ഒരു പ്രയോജനമില്ല. യു ആർ എലക്റ്റഡ്, ദാറ്റ് ഈസ് സോ ട്രൂ. പക്ഷെ നീ ആ എലക്ഷനിൽ വിശ്വസിച്ചിട്ട് ദൈവം എന്നെ തെരഞ്ഞെടുത്തതാന്ന് മനസ്സിലാക്കുമ്പോ ആ ഒരു രക്ഷണ്യ പ്രവർത്തിക്കകത്തേക്ക് വിശ്വാസത്താൽ കയറിക്കണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു? ഞാൻ സിമ്പിൾ ആക്കിയാ പറയുന്നത്. എന്നെ ദൈവം തെരഞ്ഞെടുത്താന്ന് പറഞ്ഞ തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ മാൻസ് റെസ്പോൺസിബിലിറ്റി ടു ബിലീവ് ഇൻ ഓർഡർ ടു ബി സേവ്ഡ്. ഇത് രണ്ടും പാരലായിട്ട് പോകുന്ന രണ്ട് സത്യങ്ങളാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. അപ്പോ സുവിശേഷം അറിയിക്കണം. ദൈവം തെരഞ്ഞെടുക്കുന്നവരെ എല്ലാവരും ദൈവം തെരഞ്ഞെടുത്തതാ. അതുകൊണ്ട് സുവിശേഷം അറിയിക്കേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നാം പോവുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഒന്ന് തുടങ്ങി വെക്കാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. 5-ാമത്തെ വാക്യത്തിലേക്ക് കയറുമ്പോൾ രക്ഷണ്യ പ്രവൃത്തിയിൽ നമ്മൾ ആദ്യം പഠിച്ച 4-ാമത്തെ വാക്യം, രക്ഷണ്യ പ്രവൃത്തിയിൽ പിതാവിന്റെ പങ്ക് എന്തായിരുന്നായിരുന്നു? പിതാവിന്റെ പങ്ക് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എപ്പോ തെരഞ്ഞെടുത്തു? യുഗങ്ങൾക്ക് മുമ്പേ. ഞാൻ ഇന്നലെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് 5-ാമത്തെ വാക്യത്തിലോട്ട് പോവാം. താങ്ക് യു ജീസസ്. പുത്രൻ, രക്ഷണ്യ പ്രവൃത്തിയിൽ പുത്രന്റെ പങ്കാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. പുത്രന്റെ പങ്ക്, the role of son in salvation, the work of son. പുത്രന്റെ പ്രവൃത്തി എന്താണെന്നറിയാമോ? യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുത്തു. ആ വാക്യം നിങ്ങൾ ഒന്ന് ചുമന്ന മഷിക്ക് വരച്ചിടണം. ദത്തെടുത്തു. ഈ എഫേസ്യ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട പദമാണ് അഡോപ്ഷൻ. അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ സംശയം തോന്നും. ഈ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തവർ ചെയ്യുന്നതാണല്ലോ. മക്കളില്ലാത്തപ്പോ എടുത്തു വളർത്തുമ്പോൾ അപ്പൊ ഒരു സെക്കൻഡറി ആണല്ലോ. ഒരിക്കലും അങ്ങനത്തെ ഒരു അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് അർഹതപ്പെട്ട ഒരു കൂട്ടരുണ്ടായിരുന്നു, അവർ തഴയപ്പെട്ടുപോയി. കല്യാണ വസ്ത്രം, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ, അവർ പോയില്ല, അവർക്ക് വേണ്ടായിരുന്നു. അപ്പൊ ജാതികളിൽ നിന്ന് ഒരു കൂട്ടരെ ദൈവം വിളിച്ചു, തെരഞ്ഞെടുത്തു. ദൈവം ഇതിന്റെ കരുണാപാത്രങ്ങളാക്കി മാറ്റി. അതിനെയാണ് ഇവിടെ ദത്തെടുപ്പെന്ന് പറയുന്നത്. ദത്തെടുത്തു. ഒരിക്കലും അതിനെ ഒരു സെക്കൻഡറി ആയിട്ടോ വില കുറഞ്ഞതായിട്ടോ കാണേണ്ട ആവശ്യമില്ല. അഡോപ്ഷൻ എന്ന പദം, യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുത്ത് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി
നമ്മെ സ്നേഹത്തിൽ മുൻനിയമിക്കുകയും ചെയ്തു. മുൻനിയമനം, അടുത്ത വാക്കാണ് മുൻനിയമനം. പ്രീഡെസ്റ്റിനേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രീഡെസ്റ്റിനേഷൻ. ദത്തെടുത്തു എന്നുള്ള വാക്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ദത്തെടുക്കുക, ദത്തെടുക്കുക. സിമ്പിൾ. 100 പേരുള്ള 100 കുഞ്ഞുങ്ങളുള്ള ഒരു ഓർഫണേജിൽ, ഈ ഇന്ത്യയിൽ കിട്ടാവുന്നതിലേക്കും ഏറ്റവും വില കൂടിയ കാറിൽ ഒരു ദമ്പതികൾ ചെല്ലുന്നു. 100 കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അവരുടെ കളറിന്, അവരുടെ പോലൊക്കെ ഇരിക്കുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ അവർ സെലക്ട് ചെയ്യുന്നു. ചിലർക്ക് ആൺകുഞ്ഞുങ്ങളെയാണ് ഇഷ്ടം, ചിലർക്ക് പെൺകുഞ്ഞുങ്ങളെയാണ് ഇഷ്ടം. അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ ചോയ്സ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ്, ഒരു തെരഞ്ഞെടുപ്പ് അതിനകത്തുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പേപ്പർ വർക്ക് ചെയ്യും. അവർ പേപ്പർ വർക്ക് ചെയ്തിട്ട് ഇന്ത്യൻ നിയമപ്രകാരം അവരുടെ സമ്പത്തിന്റെ ഒരു ഓഹരി, അല്ലെങ്കിൽ എത്ര എനിക്കറിഞ്ഞൂടാ, there is a rule. കാരണം ഈ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവർ ദത്തെടുക്കുമ്പോൾ ഇവരുടെ സമ്പാദ്യത്തിന്റെ കോഹയേഴ്സാക്കി, അതിന്റെ കൂട്ടവകാശികളാക്കി ഈ കുഞ്ഞിനെ തീർക്കുന്നു. 10 മണിക്ക് അവർ ആ കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ട് ആ എഗ്രിമെന്റ് ലെറ്ററിൽ, മുദ്രപത്രത്തിൽ സൈൻ ചെയ്യുന്നിടം വരെ ഈ കുഞ്ഞ് അനാഥനാണ്. അവൻ അപ്പനില്ല, അവൻ അമ്മയില്ല, അവൻ ഓർഫണേജിൽ വളരുന്നവനാണ്. അവനൊരു അക്കൗണ്ട് നമ്പർ ഇല്ല, അവനൊരു അക്കൗണ്ട് ഇല്ല, അവന്റെ അക്കൗണ്ടിൽ പണമില്ല, അവൻ ദരിദ്ര കുഞ്ചാണനാണ്, ഒന്നുമില്ല അവന്റെ കയ്യില്. പക്ഷേ 10 മണിക്ക് ഈ അപ്പനും അമ്മയും ഇവന്റെ ഫോട്ടോയുള്ള ആ മുദ്രപത്രത്തിലേക്ക് സൈൻ ചെയ്യുമ്പോഴത്തേന് അവൻ അറിയാതെ പോലും അവന്റെ മേൽ പകരപ്പെടുന്ന, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, താങ്ക് യു ജീസസ്. അവൻ ഏതോ അപ്പനും അമ്മയ്ക്കും ജനിച്ചവനാണ്. അവനെ വേണ്ടാതെ ഒരു ശീലയിൽ പൊതിഞ്ഞ് ഏതോ കാട്ടിലെറിഞ്ഞവനാണ്. ഒന്നിൽ പട്ടി കടിച്ചു കിടന്നവനാണ്, അല്ലെ ഉറുമ്പരിച്ചു കിടന്ന് ആരോ കണ്ടെടുത്ത് ഇവനെ ഓർഫണേജിലാക്കിയതാണ്. പക്ഷെ ഇന്ന് അവന്റെ സ്ഥിതി മാറി. ആ വന്ന അപ്പനും അമ്മയും അവനെ ആ കാറിൽ കൊണ്ടുപോകുമ്പോൾ, അടുത്ത 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ബർത്ത്ഡേയുടെ ടൈമിൽ ആ വില കൂടിയ കാറിൽ ആമേൻ എല്ലാവർക്കും 99 കുഞ്ഞേക്കും ലഡു മേടിച്ചോണ്ട് വരും അവൻ. ഹല്ലേലൂയ. ആ എഗ്രിമെന്റ് ലെറ്ററിലെ സൈൻ നോക്കിക്കേ. ഒരു രക്തത്തിന്റെ കളർ കാണാൻ പറ്റുമോ? അതാണ് നിന്നെ കൂട്ടവകാശിയാക്കി മാറ്റിയത്. അതാണ് അഡോപ്ഷൻ. ഐ ആം അഡോപ്റ്റഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൂരസ്ഥരായിരുന്ന നമ്മളെ സമീപസ്ഥരാക്കി തീർത്ത ഈ കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി. ഐ ആം അഡോപ്റ്റഡ്. ആ കുടുംബത്തിലേക്ക് എന്നെ ദത്തെടുത്തിരിക്കുക ദൈവം. ഇനി ഞാൻ അന്യനല്ല, ഇനി ഞാൻ പരദേശിയല്ല, ഇനി ഞാൻ വീട്ടുകാരനാണ്. ഹല്ലേലൂയ. എന്റെ അപ്പന്റെ സ്വത്തിന്റെ കൂട്ടവകാശിയാണ്. ദാറ്റ് ഈസ് അഡോപ്ഷൻ. അഡോപ്ഷൻ. ആ കൊച്ചിന് ഒരു റോളും ഇല്ല, അതിനകത്ത് ഒരു റോളും ഇല്ല. അവന്റെ ഒരു ക്വാളിറ്റിയും അതിനകത്തില്ല. അവന്റെ അപ്പനും അമ്മയും അവനെ ദത്തെടുത്തുകൊണ്ട് പോയി. അവരുടെ മനസ്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഐ ആം അഡോപ്റ്റഡ്. ആ റെവലേഷൻ കേട്ടോ. അഡോപ്ഷൻ. അഡോപ്റ്റഡ്. 0 ബാലൻസിൽ നിന്നും ആമേൻ സെക്കൻഡുകൾക്കുള്ളിൽ ക്രോർപതിയായിട്ട് മാറി. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്ക്, ആ കാൽവറി ക്രൂശിൽ സംഭവിച്ചത് ഒരു അഡോപ്ഷൻ അല്ലേ? ഗോഡ് അഡോപ്റ്റഡ് മീ. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ സന്തോഷമല്ല ഉണ്ടോ ഇനി പറയാം? അവൻ എന്നാ, അവന് സ്വന്തമായിട്ട് പറയാൻ എന്നാ സന്തോഷം? ആ സന്തോഷം അവന്റെ മേൽ പകരപ്പെട്ടതല്ലേ? അവനിപ്പോ അനുഭവിക്കുന്ന എന്ത് കാര്യം നോക്കി, അതെല്ലാം അവന് ദാനമായിട്ട് കിട്ടിയതല്ലേ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങനെ ഒരു കൂട്ടമാ സഭ. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ എല്ലാവരെയും, ഹല്ലേലൂയ, ഈ അഡോപ്ഷനാണ് ഈ സുവിശേഷത്തിന്റെ ഹൃദയം.
ഈ ദത്തെടുപ്പാണ് സുവിശേഷത്തിന്റെ ഹൃദയം. താങ്ക് യു ജീസസ്. ഓ റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം പറയുക. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ആ പരിശുദ്ധാത്മാവിനാൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് വിളിക്കപ്പെടുന്നു. നാം അതുകൊണ്ട് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല പകരപ്പെട്ടത്. അതുകൊണ്ട് ഭയപ്പെടുവാൻ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവിടുന്ന് നമ്മുടെ മേൽ പകർന്നു. ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ. ഈ കൊച്ചൻ പറഞ്ഞ ഞാൻ ഓർഫണേജിൽ കിടന്നവനാ, എനിക്ക് ആരെയും വേണ്ടാത്തവനാ, എനിക്ക് ആരും ഇല്ലാത്തവനാ, പക്ഷെ ഞാനിപ്പോ അപ്പ എന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ, ദൈവം എന്നെ ചോസ് ചെയ്തുകൊണ്ടാ, ദൈവം എന്നെ അഡോപ്റ്റ് ചെയ്തത് കൊണ്ടാണ്. ഞാൻ ഫെയ്ത്ത് സിറ്റിയിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞു, അബാ എന്ന പദം, അബാ അബാ, അത് പെട്ടെന്ന് പരിശുദ്ധത തന്നുകൊണ്ട് ഞാൻ പറയാം. അബ്ബാ, ദൈവത്തെ ആ പേര് വിളിക്കാൻ നമുക്കൊരു അർഹതയില്ലായിരുന്നു. യെസ്, ഐ ആം അൺവർത്തി ടു കോൾ മൈ ഗാഡ് അബ്ബ. വേദപുസ്തകത്തിൽ ചില വാക്കുകൾ മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്ന് ഹല്ലേലൂയ എന്ന പദം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഐ ബിലീവ് ഇൻ ഹെവൻ ഓൾസോ ഇറ്റ് വിൽ ബി ഹല്ലേലൂയ. ദിസ് വേർഡ് അബ്ബ, റോമാലേഖനം 8-ാം അധ്യായത്തിലുള്ള 15-ാം വാക്യത്തിലുള്ള അബ്ബ എന്ന് കരയാനുള്ള, അബ്ബ എന്ന് വിളിച്ചു കരയാനുള്ള, അബ്ബാ ഫാദർ, അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചു കരയാ, അത് മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. I asked God, why you, എന്ത് ഇഷ്ടംപോലെ വാക്കുകളില്ലേ മലയാളത്തിൽ. അച്ചാന്നോ പപ്പാന്നോ ഡാഡിന്നോ അച്ചാച്ചനെന്നോ എന്തെങ്കിലും ഇഷ്ടമുള്ള പേര് വിളിക്കരുതോ. പക്ഷെ ഇതെന്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടില്ല യവനായ പദത്തിൽ? യെസ്, കൊച്ചു കുഞ്ഞുങ്ങൾ അവന്റെ അപ്പനെ കൊഞ്ചി കൊഞ്ചി സ്നേഹത്തിന്റെ ആർദ്രതയിൽ വിളിക്കുന്ന പേരാണ് അബ്ബ. ദൈവം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്താണെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൽ നമ്മൾ അപ്പനെ അബ്ബ എന്നാ വിളിക്കാൻ പോകുന്നത്. യെസ് 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 യെസ്. ഓ ലോർഡ്, ഓ ഗാഡ്, ഓ ജീസസ്, താങ്ക് യു ലോർഡ്. ആമേൻ. കർത്താവ് പറഞ്ഞു, നീ ഭൂമിയിലും അബ്ബാന്ന് വിളിച്ചങ്ങ് പഠിച്ചോ, സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഞാൻ നിനക്ക് അബ്ബ തന്നെയാണ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം തന്നു. ഇറ്റ്സ് എ റൈറ്റ്. God has given us the right to call him Abba Father. അവിടെ എഴുതിയിരിക്കുന്നത് റോമാലേഖനം 8:14-17 അഡോപ്ഷൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ബൈബിളിലെ. റോമാലേഖനം 8-ാം അധ്യായം. ആമേൻ. സ്തോത്രം. ലെറ്റ് മീ ടേക്ക് ദ മലയാളം വേർഷൻ. സ്തോത്രം. ആമേൻ. ഇവിടെ ഈ മലയാളം ബൈബിളിനകത്തിലെ ദൈവത്തിന്റെ മക്കളാകുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ദാസന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്? ദൈവത്തിന്റെ മക്കളെന്ന് നാം ദൈവത്തിന്റെ ആമേൻ ആത്മാവദാനം നമ്മുടെ ആത്മാവ് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും നമ്മെ അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിലെ 15-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഫോർ യു ഡിഡ് നോട്ട് റിസീവ് ദ സ്പിരിറ്റ് ഓഫ് സ്ലേവറി ടു ഫോൾ ബാക്ക് ഇൻ ടു ഫിയർ. നിങ്ങൾ പിന്നെയും ഭയത്തിലേക്ക് വീഴാനായിട്ട് നിങ്ങൾ ഒരിക്കലും പ്രാപിച്ചത് ആമേൻ അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, ഭയത്തിന്റെ ആത്മാവിനെ അല്ല, സ്ലേവറിയുടെ ആത്മാവിനെ അല്ല. But you have received a spirit of adoption as son. അവിടെയും ദത്തെടുക്കപ്പെട്ട എന്ന് എഴുതിയേക്കുന്നത്. സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ as son. Hallelujah. Thank you Jesus. ആത്മാവിനാൽ നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് നമുക്ക് ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആമേൻ അവകാശം തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, എന്നെ ദത്തെടുത്ത എന്റെ ദൈവം. Hallelujah. Thank you Jesus. Amen. Old Testament concept allada. The biblical foundation for the act of adoption, adopting children, is primarily in the New Testament rather than the Old Testament. Get out. Hallelujah. Thank you Jesus. Amen. പഴയ നിയമത്തിലെ ചില അഡോപ്ഷൻസ് നമുക്ക് കാണാം. Amen. സ്തോത്രം. നമുക്കറിയാം. സ്തോത്രം. Amen. Israel is called as God's son. എസ്തേറിന്റെ കാര്യം നമുക്കറിയാം. മോശെ ഫറവോന്റെ പുത്രി എടുത്തോണ്ട് പോകുന്ന നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. പക്ഷേ അത് പഴയ നിയമത്തിലെ ആ ഒരു പ്രിവിലേജിനേക്കാൾ അപ്പുറമായിട്ട് മോശയ്ക്ക് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നതിനപ്പുറമായിട്ട്
എസ്തേറിന് ഒരു രാജ്ഞി എന്ന് പറയുന്നതിനപ്പുറമായിട്ട് ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് പറയത്തക്കവണ്ണം, ഹല്ലേലൂയ, ജീസസ് ജീസസ് ജീസസ്, മനുഷ്യന്മാര് ദത്തെടുക്കുന്ന പോലെയല്ല. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ ദത്തെടുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഗലാത്യ ലേഖനം 4:4-5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. 4:4-5 വരെ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചതുകൊണ്ട് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. നമ്മുടെ അകത്ത് പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ പറ്റി പറയാ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവിനെ അയച്ചു. അതാ കഴിഞ്ഞ വാക്യത്തിൽ നമ്മൾ പറയുന്നത് സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ എന്ന്. റോമാലേഖനത്തിൽ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ പറ്റി പറയാം, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ. ആമേൻ, സ്തോത്രം. അങ്ങനെ നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ ഞാൻ അവകാശിയുമാണ്. ഇന്ന് രാത്രി പറ, ഞാൻ പുത്രനാണെങ്കിൽ അവകാശിയാണ്, ഞാൻ പുത്രനാണെങ്കിൽ അവകാശിയാണ്, ഞാൻ പുത്രനാണെങ്കിൽ അവകാശിയാണ്. ഓ, യോഹന്നാൻ 1:12-13 പറയുന്നു, but to all who did receive him, who believed his name, he gave the right to become his children of God. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കളാകുവാൻ അവകാശം കൊടുത്തു. ഇറ്റ്സ് എ റൈറ്റ്. യു ഗോട്ട് ദ ലീഗൽ റൈറ്റ് ടു ബി ദ സൺ ആൻഡ് ഡോട്ടർ ഓഫ് ഗോഡ്. ഇറ്റ്സ് നോട്ട് ഓഫ് ദ ബ്ലഡ് ഓർ നോട്ട് ദ വിൽ ഓഫ് ദ ഫ്ലെഷ് നോർ ദ വിൽ ഓഫ് മാൻ ബട്ട് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:12-13 പറയാ, ആമേൻ, അത് ആമേൻ ജഡത്തിന്റെ ഇച്ഛത്തിലല്ല, അത് ആമേൻ സ്തോത്രം ആ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ് നെയിം. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ അഡോപ്ഷന്റെ അകത്ത് ഒരു 2-3 കാര്യം വേഗത്തിൽ പറഞ്ഞു ഞാൻ നിർത്താം. ആമേൻ. Adoption was for God and is for us costly. നമുക്കും ദൈവത്തിനും അത് ഒരുപോലെ വിലയുള്ളതാണ്. സ്തോത്രം. ഞാൻ ഈ ഗലാത്യ ലേഖനം 4-ാം അധ്യായം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി അവൻ വിലയ്ക്ക് വാങ്ങി. ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങുമായിരുന്നു, നമ്മളെ വിലയ്ക്ക് വാങ്ങുമായിരുന്നു. താങ്ക് യു ജീസസ്. He paid a price for that. Christ redeemed us from the curse of law by becoming a curse for us. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം പറയുവാണ്, cursed is everyone who hanged on the tree. മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നു. എന്റെ കർത്താവ് ശാപഗ്രസ്തനായിട്ടാണ് എനിക്ക് വേണ്ടി വില നൽകിയത്, എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റിയത്. ആ ഒരു വില നൽകിയിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ വിലയേറിയവനായി തീർന്നത്. ഹല്ലേലൂയ. ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് വില കൊടുക്കണം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ഫൈനാൻഷ്യലി, ഇമോഷണൽ ഒക്കെ കൊടുക്കണം. താങ്ക് യു ജീസസ്. there are course of ടൈം കൊടുക്കണം. സ്ട്രെസ് ഉണ്ട് അതിനകത്ത്. ഹല്ലേലൂയ. ആമേൻ. ആ കുഞ്ഞിനെ നിങ്ങളുടെ അന്ത്യശ്വാസം വരെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് നിങ്ങളോട് ചോദിക്കും, ആ എഗ്രിമെന്റ് കോടതി കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദത്തെടുക്കുമെന്ന ആ ചൈൽഡ് വെൽഫെയർ അവരുടെ ആ വിങ്ങിന്റെ കയ്യിൽ കാണും. they will ask you. അവനെ തെരുവിൽ പിടിക്കപ്പെട്ട അവനെ തെരുവിൽ കൊണ്ട് നിങ്ങൾക്ക് കളയാൻ പറ്റത്തില്ല, അവനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അവനെ വില കൊടുത്തു വാങ്ങിയതാണ്. ജീസസ് ജീസസ്. ഇന്ന് രാത്രി എന്തുകൊണ്ടാ സ്വർഗത്തിൽ നിങ്ങളെ കൈവിടാൻ പറ്റാത്തെന്നറിയാമോ? there is a covenant, there is a blood covenant, because you are adopted. That is not a license to do sin. Why God is blessing you, why God is giving you everything? Because he has paid a price for you. Hallelujah hallelujah. Thank you Jesus. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ചാട്ടെ, ആത്മാവിന്റെ നിറവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Hallelujah. Thank you Jesus. ലീഗൽ റൈറ്റിൽ ദൈവം തന്നു. ഹല്ലേലൂയ. ഈ അഡോപ്ഷനിലൂടെ നമ്മുടെ അകത്തേക്ക്
ഒരു പുത്രത്വത്തിന്റെ സ്പിരിറ്റ് പകർന്നു, സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ് തന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിങ്കിലേക്കൊരു പ്രവേശനം നമുക്ക് തന്നു, ആ വീട്ടിലേക്കുള്ള പ്രവേശനം തന്നു. അവനിനി താമസിക്കുന്നത് അനാഥാലയത്തിലല്ല, അവനിനി താമസിക്കുന്നത് വീട്ടിലാണ്. അവനിനി വളരേണ്ടത് വീട്ടിലാണ്. അവന്റെ അപ്പന്റെയും അമ്മയുടെയും കൂടെയാണ്. അവൻ അവരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, അവൻ അവരുടെ കൂടെയാണ് കളിക്കുന്നത്, അവൻ അവരുടെ കൂടെയാണ് വളരുന്നത്, അവൻ അവരുടെ കൂടെയാണ് ഉറങ്ങുന്നത്, അവൻ അവരുടെ കൂടെയാണ് ആഹാരം കഴിക്കുന്നത്. ഫെലോഷിപ്പായി, ഫെലോഷിപ്പ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ദൂതനെ മനസ്സിലാക്കും? I only had a word adoption with me and God is speaking to us tonight. Thank you Jesus. അങ്ങനെ നമ്മളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തുവിൽ നമ്മളെ മുൻനിർണയിച്ചിരുന്നു. നാളെ ബാക്കി നമുക്ക് പഠിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മെസ്സേജ് തീർന്നിട്ടല്ല, എൻ്റെ മുമ്പിലുള്ള സമയം തീർന്നു. ഈ അഡോപ്ഷനെ പറ്റിയൊക്കെ പറയണമെങ്കിൽ ഇനി 2-3 ദിവസം പറയേണ്ടി വരും. നാളെ നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുൻനിർണയത്തെ പറ്റി പഠിക്കാം. നമ്മുടെ ബാഡ് സിറ്റുവേഷനെ എല്ലാം മാറ്റിയിട്ട്, മുമ്പത്തെ പരാജയങ്ങളെല്ലാം വൈപ്പ് ഔട്ട് ചെയ്തിട്ട്, സ്വർഗം നമ്മളെ ആമേൻ ഹാലിൽ ദത്തെടുത്ത അവന്റെ കരുണാപാത്രങ്ങളാക്കി മാറ്റിയ റാത്ത് ഓഫ് ചിൽഡ്രൻ ഓഫ് റാത്ത് ആയിരുന്നു നമ്മള്. കോപത്തിന്റെ മക്കളായിരുന്നു നമ്മള്. ആമേൻ കരുണയുടെ മക്കളാക്കി മാറ്റി. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നു. ഇന്ന് രാത്രി ആ തെരഞ്ഞെടുപ്പിനെ ഓർത്ത്, ആ അഡോപ്ഷനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ, അല്പം കൂടെ ആഴമായി ദൈവം സംസാരിച്ചാൽ, നാളെ നമുക്ക് ആമേൻ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ആമേൻ പഠിക്കാം. കർത്താവ് ഈ വചനങ്ങൾ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നു രാത്രി ഈ വചനം പഠിക്കാമെന്ന എല്ലാവർക്കുമായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകം നാളെയും വൈകിട്ടും നമുക്ക് 2 ദിവസം ആമേൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് ഉള്ളത് കൊണ്ട് നാളെ വൈകിട്ട് FES ലേഖനത്തിന്റെ പഠനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് വന്ന ദൈവമക്കള്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ലൈനിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ട് ഒരു അരമണിക്കൂർ പ്രാർത്ഥന ഉണ്ടായിരിക്കും. നാളെ വൈകിട്ടത്തെ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുക്കുന്നത് OM രാജുക്കുട്ടി എന്ന കർത്താവിന്റെ ദാസനാണ്. ഇനിയും നമുക്ക് ക്ലാസ് ഉള്ളത് വെനസ്ഡേയിലേ ഉള്ളൂ. അതുകൊണ്ട് വെനസ്ഡേയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഐ വുഡ് ലൈക്ക് ടു ക്രിയേറ്റ് എ ഗ്രൂപ്പ്. ഈ വചനം പഠിക്കാൻ വരുന്ന ദൈവമക്കളുടെ എല്ലാ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടിയാൽ, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, ക്ലാസ്സുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം, സമയത്തിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാനായിട്ട് നിങ്ങളുടെ നമ്പറുകൾ നിങ്ങൾ എക്സിറ്റ് ആകുന്നതിന് മുമ്പേ ഈ മെസ്സേജ് ബോക്സിലേക്ക് നിങ്ങളുടെ നമ്പർ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ, എല്ലാവരും വിട്ടാൽ, വി വിൽ കോപ്പി ഡൗൺ, വി വിൽ ടേക്ക് ദാറ്റ് നമ്പർ ആൻഡ് വി വിൽ സെൻഡ് എ മെസ്സേജ് ടു എ നമ്പർ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ക്ലാസ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മെസ്സേജുകൾ ആമേൻ യൂട്യൂബിലേക്ക് എൻ്റെ പ്രിയ സ്നേഹിതൻ കർത്താവിന്റെ ദാസൻ ജോർജ് ബ്രദർ UK അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലേക്ക്. എല്ലാ ദിവസത്തെയും ക്ലാസ് അദ്ദേഹം ഒരു മിനിസ്ട്രി പോലെ എന്നോട് പറഞ്ഞത് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ക്ലാസ്സുകൾ പിന്നെയും കേൾക്കണമെങ്കിൽ, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ, റേമ വേഡ് എന്ന പേരിൽ യൂട്യൂബിൽ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും ക്ലാസ്സുകൾ MP3 ഫോർമാറ്റിൽ റെക്കോർഡ് ആകുന്നുണ്ട്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all. Amen. ശ്രീരാമോൾ മാത്രം എടുത്തിട്ടുണ്ട്.